എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് ചെയ്ത സോളാറിൻ്റെ ഒരു വർക്കാണിത്. നമ്മുടെ പഴയ സാധാ ഇൻവെർട്ടറിനെ സോളാർ ഇൻവെർട്ടറിലേക്ക് കൺവേർട്ട് ചെയ്തു. ഒരു പാനൽ വെച്ചിട്ടാണ് 455 വിക്രത്തിൻ്റെ പാനലാണ്. മോണോപെർക്കിൻ്റെ 49 VAC ആണ് അതിൻ്റെ ഔട്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം ചെയ്തത്. ഇതാണ് പാനൽ. നമ്മളിപ്പം ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്തേക്കുന്നത്. 4 സ്റ്റാൻഡിൻ്റെ കാലിവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലേ. ഇതാണ് നമ്മുടെ പാനലിൻ്റെ ഡീറ്റെയിൽസ്. അപ്പം നമ്മളിത് കറക്റ്റായിട്ട് എല്ലാ വയറിങ് എല്ലാം ഞാൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അത് അവിടെ കാണാം, കൺസീലൊക്കെ ചെയ്തത്. ഇതൊക്കെയാണ് നമ്മുടെ, ഇത് പ്ലസ്സാണ്, ഇത് മൈനസാണ്. നമ്മളൊരു പാനൽ വെച്ചിട്ടുള്ളൂ, 455-ൻ്റെയാണ് വിക്രം സോളാറിൻ്റെ മോണോപെർക്ക്. അത് നേരത്തെ ഞാൻ പറയുന്നു. അപ്പം 4 സൈഡിൽ ഒന്ന് കാണിക്കാം. ഇതാണ് അടുത്ത സൈഡ്. നമ്മൾ ഡ്രില്ലൊക്കെ ചെയ്തത് കറക്റ്റായിട്ട് 4 ക്ലാമ്പ് വെച്ചിട്ടുണ്ട്. നമ്മൾ താഴെ വെച്ചില്ല, കാരണം എന്ന് വെച്ചാൽ ഷെയ്ഡുകളും ഉണ്ട്, അതുമല്ല പഴയ വീടാണ്, ചോർച്ചകൾ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ഒഴിഞ്ഞൊരു ടാങ്ക് ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിലാണ് നമ്മൾ ഫിറ്റ് ചെയ്തത്. പിന്നെ അതല്ല, ലൊക്കേഷൻ നല്ലതാണ്. നോക്കിക്കേ, ഇവിടെ എങ്ങും തടസ്സങ്ങളില്ല, നല്ല പ്രൊഡക്ഷൻ കിട്ടും. സൂര്യൻ മുകളിൽ കാണാം, നല്ലപോലെ പ്രൊഡക്ഷൻ നമുക്ക് കിട്ടും. ഇവിടെയൊന്നുമില്ല, തടസ്സങ്ങളൊന്നുമില്ല. മരമുള്ള അവിടെ ദൂരെയാണ്, ഇവിടുന്ന് ഒത്തിരി അകലെയാണ് മരങ്ങളൊക്കെ ഉള്ളത്. അപ്പം നമുക്ക് തടസ്സങ്ങൾ വളരെ കുറവാണ്. നമ്മളിങ്ങനെ കൺസീൽ ചെയ്തത് എൻ്റെ ഇവിടെ നിന്നാണ്. ഇവിടെ വന്ന് കറക്റ്റായിട്ട് ടാഗൊക്കെ ഇത് ടൈയൊക്കെ വെച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ വന്ന് നമ്മൾ താഴേക്ക് പോകണം. ഇനി താഴെയൊക്കെ ചെന്ന് കാണിക്കാം. ഇവിടെ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഡ്രില്ല് ചെയ്ത് ക്ലിപ്പിട്ട് നമ്മളങ്ങനെ മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇതുവഴി ഇതിൻ്റെ മുകളിൽ കൂടെ പോയിട്ട് ഇവിടെ ഒരു ചരിവുണ്ട്. ഇതുവഴി വന്നിട്ട് ഇതുവഴി വന്ന് ഇങ്ങനെ താഴോട്ട് വന്ന് ഇതിലൂടെ താഴോട്ട് പോകുന്നു. ഇതുവഴി വന്ന് നമ്മുടെ നേരെ നമ്മുടെ വീടിനുള്ളിലേക്ക് ഇൻവെർട്ടർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും നമ്മൾ കറക്റ്റായിട്ട് കൺസീൽ ചെയ്തിട്ടുണ്ട്. ഒന്നും വെള്ളമൊന്നും കയറാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ലൊക്കേഷൻ. നമ്മുടെ സോളാർ പാനലാണ് അവിടെ ഇരിക്കുന്നു. ഒരു പാനൽ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് താഴെ ചെന്നിട്ട് ബാക്കി എൻ്റെ താഴത്തെ കാര്യങ്ങൾ കാണിക്കാം. mppt ഒക്കെ എന്താ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ കണക്ഷൻ ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് താഴേക്ക് വന്ന് ഇങ്ങനെ വളച്ചു കൊടുത്ത് നമ്മുടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ ഒരു DB കൊടുത്തിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് 6 സ്ക്വയർ mm DC കേബിളാണ്. അത് ഇതിലൂടെ വന്ന് താഴേക്ക് വന്നിട്ട് നമ്മുടെ SPS-ൻ്റെ mppt-യിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് 1224 ഓട്ടോ സെലക്ഷനുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് വന്ന് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സോളാർ പാനലിൻ്റെ കണക്ഷൻ കൊടുക്കുന്നിടത്ത് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഈ mppt 1224 ഓട്ടോ സെലക്ഷനാണ്. 30 amps വരെ കൊടുക്കാൻ പറ്റും നമുക്ക്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് 12 വോൾട്ട് സിസ്റ്റമാണ്. ഇതാണ് പഴയ സിസ്റ്റം. ഇത് C20 റേറ്റിലുള്ള ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പഴയതാണ്, 2-3 വർഷമായി. ഇനി ഇത് പുതുക്കി ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ബാറ്ററി വാങ്ങിക്കുമ്പോൾ പുതിയത് വാങ്ങിക്കാം. ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ സെയിം ബാറ്ററി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. C20 റേറ്റിലുള്ളതാണ്. ഇതിൻ്റെ ബാറ്ററിയുടെ കണക്ഷൻ ഇതിൽ വന്ന് നമ്മുടെ ബാറ്ററിയിലേക്ക് പോയിട്ടുണ്ട്. ഇതെല്ലാം അതിൻ്റെ ബാറ്ററി കണക്ഷനിലേക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ നമ്മുടെ മെയിൻ ലൈൻ ഇതൊരു മുകളിലേക്ക് വന്നിട്ട് നമ്മുടെ mppt-യുടെ റിലേ സെക്ഷൻ്റെ ഇന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇന്ന്. ആ ഇന്നിൻ്റെ ഔട്ട് നമ്മൾ ഈ കൺട്രോൾ ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ സ്വിച്ച് വെച്ചാണ് നമ്മളിത് ചേഞ്ച് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ ഇൻവെർട്ടറിന് KCB ഓഫ് ചെയ്യാനുള്ള ഫങ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇങ്ങനെയുള്ള സ്വിച്ച് വെച്ചേക്കുന്നത്. ഇവിടെ ഇതിൽ കൂടെയാണ് ഇതിൻ്റെ ഫങ്ഷൻ നടക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഇന്നുള്ളിടത്ത് ഞാൻ ഈ റിലേയുടെ ഇന്ന് വന്നിട്ട് അതിൻ്റെ ഔട്ട് ഇത് വന്നു. ഇത് വന്നിട്ട് ഔട്ട് വന്നിട്ട് ഇതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അത് മെയിൻ എന്നുള്ളിടത്ത് നമ്മൾ ലൈൻ എന്നുള്ള സെക്ഷന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ന്യൂട്രൽ കോമൺ ആണ്. നമുക്ക് ന്യൂട്രൽ നമ്മളെല്ലാം കോമൺ ആണ്, ഇൻവെർട്ടർ എല്ലാം കോമൺ, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം. ഇതിൻ്റെ ഈ എന്നുള്ളത് കണ്ടില്ലേ, ഇൻപുട്ട്, അവിടേക്ക് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട്
നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടാണ്. ഞാൻ ഫേസ് മാത്രമേ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളൂ. ന്യൂട്രൽ കോമൺ ആയതുകൊണ്ട് നമുക്ക് ന്യൂട്രലിൻ്റെ ആവശ്യമില്ല. ഇവിടെ തന്നെ കിട്ടും. അത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇൻവെർട്ടറിൻ്റെ ഔട്ടും എടുത്തിട്ട് നമ്മളിവിടെ ജൻ എന്നുള്ളിടത്ത് ലൈനിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഫേസ് ലൈനിൽ. ഇത് ലോഡ് എന്നുള്ളിടത്ത് ലോഡിൻ്റെ ഔട്ട് എടുത്ത് നമ്മൾ നമ്മുടെ ലോഡിലേക്ക് പോകുന്നു, വീട്ടിലേക്കുള്ള ലോഡിലേക്ക് പോകുന്നുണ്ട്. ഇതാണത് ലോഡ്. അതും ഫേസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇതിനകത്ത് ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ഇൻവെർട്ടറിന് KCB ഓഫ് ചെയ്യാനുള്ള ഫങ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്വിച്ച് ഇവിടെ വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളൊരു അഡീഷണൽ സ്വിച്ച് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പം മഴ വെള്ളം വന്നു കഴിഞ്ഞാൽ നമുക്ക് KCB ചാർജ് ചെയ്യണമെങ്കിൽ ഈ സ്വിച്ച് ഓണാക്കിയാൽ മതി. അപ്പോൾ KCB നമ്മുടെ ഇൻവെർട്ടർ ഓണാവും. മഴ വന്ന് ഭയങ്കരമായിട്ട് ചാർജ് ഇല്ലെങ്കിലുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അല്ലാത്തപ്പോൾ ഇത് ഓഫ് ചെയ്താൽ മതി. ഇതുവഴി ബാക്കിയുള്ള ഫംഗ്ഷനെല്ലാം ഇതുവഴി നടന്നോളൂ. അതായത് ഇപ്പം നോക്കിക്കേ, ഇതിനകത്തിപ്പോൾ കാണുന്നുണ്ട്. ഇപ്പോൾ സോളാറിൻ്റെ ചാർജുണ്ട്, ചാർജ് ചെയ്യുന്നു. ഇപ്പോൾ ഫ്ലോട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ കാണുന്നതൊക്കെ ഇപ്പം ഇവിടെ ലൈവായിട്ട് ഉള്ളതാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. റിലേ ഓൺ ആയി കഴിയുമ്പോൾ നമ്മുടെ KCBനെ കട്ട് ചെയ്യും. ഇത് ലൈവായിട്ട് നമ്മുടെ സോളാറിൽ വരുന്ന കറണ്ട് കൊണ്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ ഇൻവെർട്ടർ മുഖേന നമ്മളിത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മുടെ പഴയ ഒരു എക്സിസ്റ്റിംഗ് ഇൻവെർട്ടറിനെ നമ്മൾ കൺവേർട്ട് ചെയ്തതാണ് സോളാറിലേക്ക്. ഈ ഒരു ചേഞ്ച് ഓവർ സ്വിച്ചും ഈ MPPT മുഖേനയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഫ്ലോട്ടാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് കാണാമെന്ന് തോന്നും. 41 വാട്ട്സ് ഇപ്പോൾ ഔട്ട്പുട്ട് ഉണ്ടെന്ന് വെച്ചാൽ മാനം ഇതിൻ്റെ അടുക്കാണ് 0.3 യൂണിറ്റ് ആയിട്ടുണ്ട്. ഇന്നാണ് രാവിലെ ഇത് ഫിറ്റ് ചെയ്തത്. എല്ലാം സോളാർ വോൾട്ട് 43, ബാറ്ററി വോൾട്ട് 14.5. മോഡ് ഫ്ലോട്ടാണ്. 2.8 ആണ് ചാർജിങ് ആംസ് ഉള്ളത്. വാട്ട്സ് 40. അതിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് മുകളിലോട്ട് താഴോട്ടും. യൂണിറ്റ് 0.3, ഹീറ്റ് 54.4. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ ഈ MPPT മുകളിൽ നിന്ന് വരുന്ന നമ്മുടെ സൂര്യപ്രകാശം മുഖേന കിട്ടുന്ന എനർജിയെ ഇത് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ബാറ്ററിയിലേക്കുള്ള ചാർജ് കൊടുക്കുന്നു. ഇത് ആദ്യം ബാറ്ററി ചാർജ് ചെയ്യുന്നു. ഇത് ചാർജ് ചെയ്ത് കഴിയുമ്പം അതിനകത്ത് നിന്ന് എക്സ്ട്രാ ആയിട്ടുള്ള നമ്മുടെ വീണ്ടും എനർജി വരുന്നില്ലേ, അത് ഇതിനകത്ത് തന്നെ ഒരു ഫങ്ഷനുണ്ട്. ഈ ഫ്ലോട്ട് ഓൺ ആവും, ഈ റിലേ ഓൺ ആവും. ഈ റിലേ ഓൺ ആയി കഴിയുമ്പോൾ നമ്മുടെ KCBയെ കട്ട് ചെയ്യും. ഈ റിലേ ഓൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇത് സോളാറിൻ്റെ എനർജി കൊണ്ടാണ് നമ്മുടെ വീട്ടിലെ ഇൻവെർട്ടറിൽ ഏതൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടോ അതെല്ലാം വർക്ക് ചെയ്യുന്നത്. അത് ഇതുവഴി കയറി ഇത് കൺവേർട്ട് ചെയ്ത് ഇത് നമ്മുടെ വീട്ടിലേക്കുള്ള സപ്ലൈ കിട്ടും. ഇപ്പോൾ ഈ കാണുന്നത് സോളാറിലെ ഡയറക്റ്റ് എനർജിയാണ് ഫാൻ വർക്ക് ചെയ്യുന്നത്. ഇത് പഴയ ഒരു ഇൻവെർട്ടർ ആയതുകൊണ്ടാണ് ഇത്രയും ഫങ്ഷൻ ഇത് നമുക്ക് ആഡ് ചെയ്യേണ്ടി വന്നത്. എന്ന് വെച്ചാൽ ഇതിനകത്ത് KCBനെ ഓഫ് ചെയ്യാനുള്ള സിസ്റ്റം ഇല്ല. അപ്പോൾ നമ്മളത് മാനുവലായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഈ സ്വിച്ച് വഴി. ഇപ്പോൾ ഇത് ഓഫാണ്. ഇപ്പോൾ KCBയുടെ യാതൊരു കണക്ഷനും ഈ ഇൻവെർട്ടറിലില്ല. ഇപ്പോൾ എല്ലാം സോളാറിൽ കൂടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത് പഴയ ഒരു ഇൻവെർട്ടറിനെ നമ്മൾ കൺവേർട്ട് ചെയ്തതാണ് സോളാർ ഇൻവെർട്ടറിലേക്ക്. ഈ MPPTയും ഈ ചേഞ്ച് ഓവർ സ്വിച്ച് മുഖേന നമ്മളിത് കൺവേർട്ട് ചെയ്തിട്ട് ഒരു സോളാർ ഇൻവെർട്ടറാക്കി. ഇനി ഇത് കുറച്ച് കഴിയുമ്പോൾ ഞാനിത് അവർ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി സോളാർ ബാറ്ററി വെക്കണമെന്ന്. ഇപ്പോൾ ഇത് ഉള്ളത് C20 ബാറ്ററിയാണ്. ഇനി നമുക്ക് വേണ്ട സോളാർ ബാറ്ററിയാണ് C10ൻ്റെ ബാറ്ററിയാണ് വേണ്ടത്. ഇതാണ് ഇതിൻ്റെ കണക്ഷനൊക്കെ. ഇതിപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്തൊരു പണിയാണ്. അപ്പം ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ അതിനകത്ത് കാണാം, വയറിങ്ങിൻ്റെയൊക്കെ. ഇതാണ് നമ്മുടെ ആദ്യത്തെ സോളാറിൻ്റെ ജോബിൻ്റെ ഫങ്ഷൻസുകളും അതിൻ്റെ പ്രോഗ്രസ്സൊക്കെ നടക്കുന്നുണ്ട്. എല്ലാം ഇവിടെ നല്ലപോലെ ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇതവിടെ കാണാം. ഇതെല്ലാം നല്ലപോലെ ഇതെല്ലാം ഫങ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ സോളാർ വർക്ക് ചെയ്യാണ്. അതുകൊണ്ടാണ് ഇവിടെ കഥ. അല്ലെങ്കിൽ ഇത് ഗ്രിഡാണെങ്കിൽ ഈ റെഡ് ചെയ്ത് വർക്ക് ചെയ്യും. ഈ ചേഞ്ച് ഓവർ സ്വിച്ച് ഇവിടെ വർക്ക് ചെയ്യും ഗ്രിഡിൽ. ഇപ്പോൾ ഈ റിലേ വഴി ഡയറക്റ്റായിട്ട് നമുക്ക് കണക്ഷൻ സോളാറിക്ക് വഴി എത്തുന്നത്. അതുകൊണ്ട് ഗ്രിഡ് കട്ടായി. നമ്മുടെ പഴയ ഇൻവെർട്ടറിനെ നമ്മൾ സോളാർ ഇൻവെർട്ടർ ആക്കിയതിൻ്റെ കാര്യങ്ങളെപ്പറ്റിയുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത്. ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ കാണും വയറിങ്ങുകളിലും
ഈ ഇതിൻ്റെ ഉള്ള കറക്റ്റായിട്ടുള്ള നീറ്റ്നെസ് ഒക്കെ പ്രശ്നമുണ്ടാകും. ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്ത ജോബ്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഇത് നമ്മൾ ഒന്ന് ട്രൈ ചെയ്താണ് നമ്മൾ ഒരു സോളാർ എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നൊരു പഴയ ഇൻവെർട്ടറുണ്ട്, അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പം എല്ലാവർക്കും നന്ദി.